എല്ലാ സുഹൃത്തുക്കൾക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു വേർഡ്പ്രസ് വെബ്സൈറ്റ് ആണ്. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ക്ലൗഡ് ഹോസ്റ്റിംഗ് ഉപയോഗിച്ചാണ്. എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ക്ലൗഡ് ഹോസ്റ്റിംഗ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒരുപാട് കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ക്ലൗഡ് വേസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. അപ്പോൾ എൻ്റെ കമ്പനിയുടെ വെബ്സൈറ്റുകളാണെന്നുണ്ടെങ്കിലും അതുപോലെ എൻ്റെ പേഴ്സണൽ വെബ്സൈറ്റ്സും എല്ലാം നമ്മൾ ക്ലൗഡ് വേസ് ഉപയോഗിച്ചാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ക്ലൗഡ് വേസ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡെഫിനറ്റ്ലി അതുപോലെ നമ്മുടെ പെർഫോമൻസും അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊരു സ്മോൾ ബിസിനസ് ഓണറോ അതല്ല നിങ്ങളൊരു ഏജൻസി ഓണറോ ഡെവലപ്പറോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലൗഡ് ഹോസ്റ്റിങ്ങിലേക്ക് മാറേണ്ട സമയമാണ്. നിർബന്ധമായിട്ടും ഈ വീഡിയോ കാണുക. ഇപ്പോൾ നമുക്ക് ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ ക്ലൗഡ് ഹോസ്റ്റിങ്ങിൽ നടക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ബ്ലാക്ക് ഫ്രൈഡേ ആൻഡ് സൈബർ മൺഡേ ഓഫറായിട്ട് അതിൻ്റെ കൂപ്പൺ കോഡും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ നൽകിയിട്ടുണ്ട്. ഈ ഒരു ബ്ലാക്ക് ഫ്രൈഡേ ആൻഡ് സൈബർ മൺഡേയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് 40% ആണ് നെക്സ്റ്റ് 4 ഇൻവോയ്സസിൽ ഓഫർ കിട്ടുക. അതുകൂടാതെ നിങ്ങൾക്ക് 40 ഫ്രീ മൈഗ്രേഷൻസും ഉണ്ടാവും. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ കൂടുതൽ ഡീപ്പ് ഡൈവ് ചെയ്യുന്നതിന് മുന്നേ ഇതിൽ നമ്മളൊരു പുതിയ വെബ്സൈറ്റാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് ഒരു സെർവർ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് എങ്ങനെയാണ് ഒരു വേർഡ്പ്രസ് വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യുക എന്നുള്ളതും ഈ ഒരു ട്യൂട്ടോറിയലുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദ ഫുൾ വീഡിയോ. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ക്ലൗഡ് വേസിൻ്റെ വെബ്സൈറ്റിലാണ്. ക്ലൗഡ് വേസിൻ്റെ വെബ്സൈറ്റിൽ എത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ബ്ലാക്ക് ഫ്രൈഡേ സേവിങ്സും അതുപോലെ തന്നെ നമുക്ക് 40% ഓഫ് ഉണ്ടാകും ഫോർ 4 months പ്ലസ് 40 ഫ്രീ മൈഗ്രേഷൻസ് ആണ് ഉണ്ടാവുക. ഇനി നമുക്ക് ഒട്ടും ടൈമില്ല, ഇവിടെ ടൈം നമുക്ക് കാണിക്കുന്നുണ്ട്. എത്രയും ഫാസ്റ്റായിട്ട് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഇത് എപ്പോൾ നിങ്ങൾ ലോഞ്ച് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 3 day ഫ്രീ ട്രയൽ കിട്ടും. അതിന് നിങ്ങൾ ക്രെഡിറ്റ് കാർഡോ മറ്റു കാര്യങ്ങളോ ഒന്നും നിങ്ങൾ കൊടുക്കേണ്ട കാര്യവുമില്ല. ഇതിനകത്ത് ഒരുപാട് കമ്പനികൾ നമ്മുടെ ഈ ഒരു ക്ലൗഡ് വേസ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നുണ്ട്. ക്ലൗഡ് വേസ് പ്ലാറ്റ്ഫോമിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പെർഫോമൻസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ഏറ്റവും നല്ല പെർഫോമൻസ്, അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി, ഏത് സമയത്താണെന്നുണ്ടെങ്കിലും ഏത് സെർവറിൽ നിന്നും ഏത് 1 ക്ലിക്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ പറ്റുന്നൊരു ഫീച്ചർ ഉണ്ടാകും. അതുപോലെ തന്നെ റിലയബിലിറ്റിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 24/7 സപ്പോർട്ട്, അതുപോലെ തന്നെ വേൾഡ് ക്ലാസ് സെർവർ സെക്യൂരിറ്റി ആൻഡ് 99.9% അപ്പ് ടൈമും ഒക്കെ ഉള്ള ഒരു പ്ലാറ്റ്ഫോംസാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ AWSഉം ഗൂഗിൾ ക്ലൗഡും വൾച്ചറും ഡിജിറ്റൽ ഓഷനും ഒക്കെ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ തന്നെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എങ്ങനെയാണ് നമുക്കൊരു അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഓൾറെഡി എൻ്റെ അക്കൗണ്ട് ഞാൻ ഇവിടെ ലോഗിൻ ടൈപ്പ് ചെയ്താണ് സെറ്റപ്പ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈനപ്പ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ഫോർ ഫ്രീയിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ക്ലെയിം നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ ഈ 40% ഓഫും അതുപോലെ തന്നെ പെർഫോമൻസ് നിങ്ങൾക്ക് ഫ്രീ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലെയിം നൗവിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഇവിടെ നിങ്ങളുടെ പ്രൊമോ കോഡും കാര്യങ്ങളും BFCM 2024 എന്ന് പറയുന്ന പ്രൊമോ കോഡ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി നിങ്ങൾ കൃത്യമായി പോവുക. അതുപോലെ തന്നെ നിങ്ങളുടെ അക്കൗണ്ടും കാര്യങ്ങളുമൊക്കെ നിങ്ങൾ സെറ്റപ്പ് ചെയ്യുക. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ ഏജൻസി ആണോ, ഇ-കൊമേഴ്സ് ആണോ, മറ്റ് ബിസിനസ് ആണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യാവുന്നതാണ്. നമ്മളുടെ മന്ത്ലി സ്പെൻഡിങ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എമൗണ്ട് നമുക്ക് ഹോസ്റ്റിങ്ങിന് വേണ്ടിയുള്ളത് ഇവിടെ കൊടുക്കാം. ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട് നമുക്ക് 3 day ഫ്രീ ട്രയൽ ആണെന്നുള്ളതും ഫ്രീ ഒബ്ജക്റ്റ് ക്യാഷ് പ്രോ ആൻഡ് SSL സർട്ടിഫിക്കറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതുകൂടാതെ നമുക്ക് 24/7 365 റിയൽ ടൈം എക്സ്പേർട്ട് സപ്പോർട്ട് നമുക്കുണ്ടാകും. അതുപോലെ അൺലിമിറ്റഡ് വെബ്സൈറ്റ്സ് നമുക്ക് നമ്മുടെ സെർവറിൽ നമുക്ക് ഹോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓൾറെഡി എനിക്ക് അക്കൗണ്ട്സ് ഉള്ളത് കൊണ്ട് തന്നെ ഞാനിവിടെ ലോഗിൻ ഹിയർ കൊടുക്കുന്നു. നിങ്ങളെല്ലാം നിങ്ങളുടെ പേരും മറ്റ് ഡീറ്റെയിൽസും എല്ലാം ഇവിടെ കൊടുത്ത് ഇമെയിൽ ID അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡ് കൊടുത്തതിന് ശേഷം ഐ അഗ്രി ടു ദി ക്ലൗഡ് വേസ് എന്നുള്ള ഏരിയയും കൂടെ നിങ്ങൾ ടിക്കറ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് സ്റ്റാർട്ട് ഫോർ ഫ്രീ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി എനിക്ക് അക്കൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ലോഗിൻ കൊടുക്കുകയാണ്. ഞാൻ എൻ്റെ അക്കൗണ്ട് ഞാൻ ജസ്റ്റ് ലോഗിൻ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഇമെയിലിലേക്ക് നമുക്കൊരു OTP വരുമ്പോൾ ഇവിടെ നമുക്ക് ക്ലൗഡ് വേസിൻ്റെ ഒരു OTP വരുന്നുണ്ട്. ഞാനിപ്പോൾ ആ ഒരു OTP ഉപയോഗിച്ച് ജസ്റ്റ് ഇവിടെ നമ്മളുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യണം. അതുകൊണ്ട് തന്നെ നമ്മളുടെ അക്കൗണ്ടിൻ്റെ സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻസ് ഒക്കെ നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ക്ലൗഡ് വേസിൻ്റെ പ്ലാറ്റ്ഫോമിലേക്കാണ് ലോഗിൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ബാക്ക് എൻഡിലേക്കാണ് ലോഗിൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് സെർവേഴ്സ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ്, ഇപ്പോൾ ഏതൊക്കെ വെബ്സൈറ്റുകളാണോ ഞാൻ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് അത്രയും വെബ്സൈറ്റുകളെ എനിക്കിവിടെ കാണാനും സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു സെർവറിനകത്ത് ഇതിപ്പോൾ ഞാനൊരു 1 GB സെർവറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. എൻ്റെ സെർവർ സ്പേസ് എന്ന് പറയുന്നത് ബാംഗ്ലൂരാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഞാൻ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന വെബ്സൈറ്റുകൾ എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ 4 വേർഡ്പ്രസ് വെബ്സൈറ്റുകളാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിനകത്തേക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇനിയും ആഡ് ആപ്ലിക്കേഷൻ കൊടുത്ത് അടുത്ത വെബ്സൈറ്റ്, അതാണ് നമ്മൾ അൺലിമിറ്റഡ് വെബ്സൈറ്റ്സ് എന്നിവിടെ നമ്മൾ പറയുന്നതിൻ്റെ കാര്യം അതാണ്. അൺലിമിറ്റഡ് വെബ്സൈറ്റ്സ് നമുക്ക് ക്ലൗഡ് വേസ് പ്ലാറ്റ്ഫോമിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ 4 എണ്ണത്തിനും കൂടെ ആകെ ഒരു സെർവറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെർവർ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഡിജിറ്റൽ ഓഷ്യൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൻ്റെയാണ്. അതിൻ്റെ ലോഗോ ആണ് നിങ്ങളിവിടെ കാണുന്നത്. ഇപ്പോൾ ഈ ഒരു സെർവർ, ഇതുപോലെ ഒരു സെർവർ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതിലേക്കൊരു വെബ്സൈറ്റ് എങ്ങനെയാണ് നമ്മൾ
വേർഡ്പ്രസ് വെബ്സൈറ്റ് എങ്ങനെയാണ് ലോഞ്ച് ചെയ്യുന്നതെന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾക്ക് ആഡ് സെർവർ എന്ന ഓപ്ഷനിൽ സെലക്ട് ചെയ്യാം. അതുകൂടാതെ ഇവിടെ തന്നെ ക്ലൗഡ്വേസിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അവരുടെ സപ്പോർട്ട് ഓപ്ഷനിലേക്ക് എന്തിനെ പറ്റിയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെയാണ് സപ്പോർട്ട് ഓപ്ഷൻസ് ഉള്ളത്. ഇവിടുന്ന് നിങ്ങൾക്ക് സപ്പോർട്ട് ഓപ്ഷൻസൊക്കെ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് എ സപ്പോർട്ട് ടിക്കറ്റ്. ഇവിടെ നമുക്ക് 24/7 സപ്പോർട്ട് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒരു സെർവർ ഇവിടുന്ന് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു സെർവർ ഞാൻ ചൂസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ടൈപ്പ് വെബ്സൈറ്റാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതെന്നൊരു ചോദ്യം ഇവിടെയുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് വേർഡ്പ്രസ് ഉണ്ട്, അതുപോലെ തന്നെ വുക്കോമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളാണെന്നുണ്ടെങ്കിൽ അത് വേർഡ്പ്രസിൻ്റെ തന്നെ വുക്കോമേഴ്സിൻ്റെ തന്നെ വേർഷൻ ഏതാണ് എന്നുള്ളതിൻ്റെ ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഇനി കസ്റ്റം അല്ലെങ്കിൽ ലാറാവൽ അല്ലെങ്കിൽ മജന്തോ, അതല്ലെന്നുണ്ടെങ്കിൽ കസ്റ്റം ആപ്പ്, അതല്ലെങ്കിൽ PHPയിൽ ചെയ്യാൻ പോകുന്ന ഒരു വെബ്സൈറ്റാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെവലപ്പേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകം ഇത് മനസ്സിലാവുന്നുണ്ടാവും. മറ്റുള്ളവരാണെന്നുണ്ടെങ്കിൽ വേർഡ്പ്രസ്സിൽ ഒരുപാട് വെബ്സൈറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വേർഡ്പ്രസ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഇവിടെ ട്രെയിനിങ് പർപ്പസ് എന്നും പറഞ്ഞിട്ട് ഞാനൊരു ആപ്ലിക്കേഷൻ, ഓക്കെ, ട്രെയിനിങ് പർപ്പസ് എന്ന് പറഞ്ഞ് ഞാനൊരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ശരിക്കും ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ എൻ്റെ പേരിൽ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ്റെ നെയിം, അതായത് നമ്മളുടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ആപ്ലിക്കേഷൻ്റെ നമ്മളുടെ സെർവറിൻ്റെ നെയിമും ഞാൻ കൊടുക്കുന്നത് ട്രെയിനിങ് പർപ്പസ് എന്നുള്ളതാണ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഞാനിപ്പോൾ അത് കൊടുക്കുന്നു. ഓക്കെ, അതിന് എൻ്റെ പ്രോജക്റ്റായിട്ട് തന്നെ അത് സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ താഴേക്ക് വന്നു കഴിയുമ്പോഴാണ് നമ്മളുടെ സെർവർ എങ്ങനെയാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുക. ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ഓൾറെഡി ഡിജിറ്റൽ ഓഷ്യനാണ് ഉപയോഗിക്കുന്നതെന്ന്. എന്ന് വെച്ചാൽ ഡിജിറ്റൽ ഓഷ്യൻ എല്ലാവരും ഉപയോഗിക്കണമെന്നില്ല. നിങ്ങൾക്ക് വൾച്ചർ ഉണ്ട്, അതുപോലെ തന്നെ ലിനോഡ് ഉണ്ട്, AWS ഉണ്ട്, അതുപോലെ തന്നെ ഗൂഗിളുണ്ട്, ഗൂഗിൾ ക്ലൗഡ്. ഇത് ഹൈ എൻഡ് പ്ലാറ്റ്ഫോമുകളിലേക്ക് പോകുന്നതാണ്. ഈ ഓരോ സൈഡിലേക്കും പോകുമ്പോഴും ഡിജിറ്റൽ ഓഷ്യനാണ് ഞാൻ ഉപയോഗിക്കുന്ന 4 to 5 ഇയേഴ്സായിട്ട്. നിങ്ങൾക്ക് AWS ഗൂഗിൾ ക്ലൗഡും ഒക്കെ നിങ്ങളുടെ ക്ലയൻറ്റ്സ് റിക്വയർമെൻറ്റ് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. എന്തായാലും ഇതിന് എത്ര രൂപ നമുക്ക് വരും എന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. നമ്മൾ മിനിമം എടുക്കേണ്ടത് ഇവിടെ 1 GB സെർവർ എന്നുള്ളതാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം 1 GB സെർവർ ഞാൻ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് മാസം ഉണ്ടാകുന്ന എമൗണ്ട് എന്ന് പറയുന്നത് $11 മാത്രമാണ്. $11 ഞാൻ എൻ്റെ 4 വെബ്സൈറ്റുകളവിടെ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. 4-ൽ കൂടുതൽ സൈറ്റുകൾ വേണമെങ്കിലും എനിക്ക് ഉപയോഗിക്കാം. പക്ഷേ ആ വെബ്സൈറ്റുകളുടെ സെർവർ സ്പേസ് ഈ 1 GB പോരായെങ്കിൽ എനിക്കതിവിടെ കൂട്ടിക്കൊടുക്കാനുള്ള അവസരമുണ്ട്. 1 GB തന്നെ പ്രീമിയം എന്ന് പറയുന്ന ഒരു പ്ലാനും കൂടി ഇവിടെയുണ്ട്. അതിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 11 എന്നുള്ളത് $14 മാറുന്നതാണ്. ഇനി സെർവർ സ്പേസ് വീണ്ടും നമുക്കൊരു 10 സൈറ്റ് ഉണ്ട്, 20 സൈറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് സെർവർ സ്പേസ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ കൂട്ടിക്കൊടുക്കാം. അങ്ങനെ ഇവിടെ നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും പെർ മന്ത് നമുക്ക് ഇത്ര രൂപ കൊടുക്കത്തക്ക രീതിയിൽ നമുക്ക് വലിയൊരു സെർവർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലൗഡ്വേസിൽ നിന്ന് ക്ലൗഡ് ഹോസ്റ്റിംഗ് കൊണ്ടുവരാം. ഇത് അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോഴത്തേക്കും പ്ലാറ്റ്ഫോം ചേഞ്ച് ആവുകയാണ്. AWSലാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറവ് AWS ചെയ്യണമെങ്കിൽ മാസം നമുക്ക് $20 വരും. 20-ൽ നിന്ന്, അതായത് മൈക്രോ, അതും കഴിഞ്ഞ് പിന്നെ സ്മോൾ, മീഡിയം, ലാർജ് എന്ന് പറഞ്ഞ് AWSൻ്റെ മന്ത്ലി പ്രോസസ്സ് ഇതുപോലെ അങ്ങനെ പോകും. നമുക്കിതുപോലെ ഏത് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിലും AWS സെർവർ ഉപയോഗിക്കാം. അതുപോലെ തന്നെ വൾച്ചറുണ്ട്, ലിനോഡുണ്ട്. ഗൂഗിൾ ക്ലൗഡിലും ഇതുപോലെ തന്നെ റേറ്റിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. സ്മോൾ എന്ന് പറയുന്നത് അറൗണ്ട് 37 ആണ് ഏറ്റവും കുറഞ്ഞത് ഗൂഗിൾ ക്ലൗഡിലുള്ളത്. ഇപ്പോൾ ഞാൻ ഡിജിറ്റൽ ഓഷ്യൻ ഞാൻ ചൂസ് ചെയ്യുന്നു. ഞാൻ ജസ്റ്റ് 1 GB സെർവർ ഞാൻ ചൂസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മളുടെ നെറ്റ്വർക്ക്, നമ്മളുടെ സെർവർ ലൊക്കേഷൻ ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ച് ഞാൻ ബാംഗ്ലൂരായിരുന്നു ചൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ ബാംഗ്ലൂർ, നിങ്ങൾ ഇന്ത്യയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാംഗ്ലൂർ ചൂസ് ചെയ്യാം. ഇനി മറ്റുള്ള ഓരോരോ സ്ഥലങ്ങൾക്കനുസരിച്ച് നിയർ ബൈ ആയിട്ടുള്ള പ്ലേസ് ഏതാണോ നിങ്ങളുടെ സെർവർ സ്പേസ്, സിംഗപ്പൂർ ആണെങ്കിൽ സിംഗപ്പൂർ, ലണ്ടൻ ആണെങ്കിൽ ലണ്ടൻ, അതല്ല പുറത്തുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ നിയർ ബൈ ആയിട്ടുള്ള സെർവർ സ്പേസ് ഏതാണെന്ന്, ഏത് സ്ഥലമാണെന്ന് നോക്കുക. ഇതിൽ നിന്ന് അത് ചൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ബാംഗ്ലൂർ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ലോഞ്ച് നൗ എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഞാനിവിടെ ലോഞ്ച് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓൾറെഡി എനിക്കിവിടെ ഒരു സെർവറുണ്ട്. ഇതിനകത്ത് വെബ്സൈറ്റ് ഒന്നുമില്ല, പക്ഷേ ഇവിടെ ഞാൻ മറ്റൊരു സെർവർ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതൊരു ട്രെയിനിങ് പർപ്പസിന് വേണ്ടി ഞാൻ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. നമ്മളുടെ ആപ്ലിക്കേഷനും നമുക്ക് ഡെവലപ്പ് ചെയ്ത് വരും. വിത്തിൻ 7 മിനിറ്റ്സ് ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ 7 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യുക.
അപ്പോൾ ഒരു 5 to 7 മിനിറ്റ്സ് എടുത്തിരുന്നു നമ്മുടെ പുതിയ സെർവർ ഒന്ന് സെറ്റപ്പ് ആവാനായിട്ട്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്ന ട്രെയിനിങ് പർപ്പസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വേർഡ്പ്രസ് സൈറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതായത് ആപ്ലിക്കേഷൻസിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ പുതിയ സെർവർ, അതായത് ട്രെയിനിങ് പർപ്പസ് എന്ന് പറഞ്ഞ പുതിയ സെർവറിൽ പുതിയൊരു ആപ്ലിക്കേഷൻ, അതായത് പുതിയൊരു വെബ്സൈറ്റ് ക്രിയേറ്റഡായി കാണാം. ഇത് നേരത്തെ ഉണ്ടായിരുന്നിരുന്ന സെർവറുമാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് പല പല സെർവേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു ക്ലയൻറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് 4 വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒരു സെർവർ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം നിങ്ങളുടെ അക്കൗണ്ടിൽ തന്നെ. ഇനി നിങ്ങളുടെ തന്നെ ഒരു സെൻട്രലൈസ്ഡ് സെർവർ, അതൊരു 4 GB അല്ലെങ്കിൽ 5 GB സെർവറാണ്. ഇത് മറ്റൊരു ക്ലയൻറ്റിന് വേണ്ടി നമുക്കൊരു 1 GB സെർവർ നമ്മുടെ അക്കൗണ്ടിൽ തന്നെ സെറ്റപ്പ് ചെയ്യാനൊക്കെ സാധിക്കും. ഇനി ഈ ഒരു സെർവറിനകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ ഡൊമൈനൊക്കെ പോയിൻ്റ് ചെയ്യുന്ന IP അഡ്രസ്സ്. നിങ്ങൾ ഡൊമൈൻ എവിടെ നിന്നാണോ വാങ്ങുന്നത് അവിടുന്ന് നിങ്ങൾ ഡൊമൈൻ പോയിൻ്റ് ചെയ്യുന്ന IP അഡ്രസ്സും കാര്യങ്ങളും, അതുപോലെ തന്നെ നമ്മളുടെ സെറ്റിങ്സും മറ്റ് സെക്യൂരിറ്റി സർവീസ് ഏരിയാസും എല്ലാം ഇവിടെ തന്നെയാണ്. നമ്മളുടെ ഫയർവാൾസ് ഇതൊക്കെ ഒരു ഡെവലപ്പർ ഏരിയയിലുള്ള കാര്യങ്ങളാണ്. എങ്കിലും ഞാൻ ജസ്റ്റ് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. സെർവർ സൈഡിലുള്ള പല കാര്യങ്ങളും നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു ഏരിയയിലൂടെ. ഓരോ സെർവറും നമുക്ക് ഇവിടുന്ന് തന്നെ സ്വിച്ച് ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ 2 സെർവർ കാണാം. ഇതിൽ നമ്മൾ ഈ ഒരു സെർവർ, ഇപ്പോൾ ഈ ട്രെയിനിങ് പർപ്പസ്, ഇതിനകത്ത് എത്ര സെർവറാണ് സ്പേസ് ഉള്ളത്, എത്രയാണ് CPU യൂസേജ്, അതുപോലെ തന്നെ ഡിസ്ക് യൂസേജ് എത്രയാണ് എന്നുള്ളതൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങൾ. അതുപോലെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ബാക്കപ്പോ കാര്യങ്ങളോ നമുക്ക് എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എവിടേക്കാണ് ഇത് നമുക്കിങ്ങനെ ബാക്കപ്പ് എടുത്തുകൊണ്ടേ ഇരിക്കാം. നമുക്ക് ടേക്ക് ബാക്കപ്പ് നൗ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ഒരു സൈറ്റ് നമുക്ക് സപ്പോസ് അതിൻ്റെ ഡിസൈനോ എന്തെങ്കിലും കാര്യങ്ങളോ നമ്മൾ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കപ്പ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം ഇവിടെയുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സെർവർ സൈസ് കൂട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് വീണ്ടും ഇപ്പോൾ നമുക്കുള്ള ആ സെർവർ സ്പേസിനെ നമുക്ക് വീണ്ടും ഇവിടെ വന്ന് നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ ആപ്ലിക്കേഷൻ ഏരിയയിലേക്ക് പോകാം. അതിനുവേണ്ടി നമുക്ക് നമ്മളുടെ സെർവറിലേക്ക് നമുക്ക് വീണ്ടും ബാക്ക് വരാം. നമ്മളുടെ സെർവർ ഏരിയയിലേക്ക് നമ്മുടെ സെർവർ നമുക്ക് ചൂസ് ചെയ്യാം. ഇവിടെ ഇനി നമുക്ക് നമ്മളുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഏതാണ്, നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ വേർഡ്പ്രസ് സൈറ്റ് നമ്മളത് സെലക്ട് ചെയ്യുന്നു. ഇവിടെയാണ് നമുക്ക് നമ്മളുടെ വേർഡ്പ്രസ് വെബ്സൈറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇവിടെ നമ്മളുടെ വെബ്സൈറ്റ് നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ടുള്ള അതിൻ്റെ അഡ്മിൻ പാനൽ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും എല്ലാം ഇവിടെ കാണാം. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മളുടെ വേർഡ്പ്രസ് സൈറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ബാക്ക് എൻഡ് ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിങ്ങനെയാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഒരു രൂപം ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അഡ്മിൻ പാനൽ ഏരിയ ഇവിടെ ഉണ്ടാവും. ഇപ്പോൾ ഈ അഡ്മിൻ പാനലിൽ വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ യൂസർ നെയിം ആയിട്ടുള്ള നമ്മളുടെ ഇമെയിൽ ID ഇത് നമുക്കിവിടെ കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ പാസ്വേഡ് നമുക്കിവിടെ ഉണ്ട്, നമ്മുടെ വേർഡ്പ്രസ് സൈറ്റിൻ്റെ. അത് വെച്ച് ഞാനിവിടെ നമ്മുടെ ആ ഒരു വേർഡ്പ്രസ് സൈറ്റ് നമുക്ക് ലോഗിൻ ചെയ്യാം. ഇതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന വേർഡ്പ്രസ് സൈറ്റിൻ്റെ ഫ്രണ്ട് എൻഡ്. നമുക്കിവിടെ ഞാൻ ഓൾറെഡി കാണിച്ചു. ഇതാണ് ഫ്രണ്ട് എൻഡ്, ഇതാണ് നമ്മളുടെ ആ വെബ്സൈറ്റിൻ്റെ ബാക്ക് എൻഡ്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ വെബ്സൈറ്റിൻ്റെ ബാക്ക് എൻഡ് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് പല തീമുകൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. അതിനകത്ത് അപ്പിയറൻസിൽ പോയി നമ്മൾ തീംസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആഡ് ന്യൂ തീമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആസ്ട്ര എന്ന് പറയുന്ന തീം ഏറ്റവും ഈസി ആയിട്ട് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തീമാണ്. നിങ്ങൾക്ക് കൂടുതൽ നല്ല തീംസ് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു ആസ്ട്ര എന്ന് പറയുന്ന തീം ഞാനിവിടെ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ആസ്ട്ര എന്ന് പറയുന്ന തീം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാനതിനെ ജസ്റ്റ് ആക്ടിവേറ്റ് കൊടുക്കുകയാണ്. ഇത് വൺസ് ആക്ടിവേറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതാ വീണ്ടും നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഫ്രണ്ട് എൻഡ് ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടിരുന്നത് ഈ ഒരു രീതിയിലാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഫ്രണ്ട് എൻഡിൽ ചെറിയൊരു വ്യത്യാസം വന്നതായിട്ട് കാണാം. ഇവിടെ നിങ്ങൾ പവേർഡ് ബൈ ആസ്ട്ര വേർഡ്പ്രസ് തീം എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ വെബ്സൈറ്റിന് നമുക്കൊരു സ്ട്രക്ചർ വേണം. അതായത് ഇതിൻ്റെ ഫ്രണ്ട് എൻഡിൽ ഒരു ഡിസൈനൊക്കെ നമുക്ക് വേണം. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ പ്ലഗിൻസ് എന്ന് പറയുന്ന ഏരിയയിൽ പോവുക. അവിടെ ചെന്നതിന് ശേഷം നിങ്ങൾ ആഡ് ന്യൂ പ്ലഗിൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പ്ലഗിൻസിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് സ്റ്റാർട്ടർ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടെംപ്ലേറ്റ്സ് നിങ്ങൾക്ക് നല്ലൊരു തീം, ആസ്ട്ര നമ്മൾ ഫ്രീ തീമാണ് നമ്മൾ ഉപയോഗിച്ചത്, അതുകൊണ്ടാണ് ഇവിടെ ഞാൻ സ്റ്റാർട്ടർ ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്ന ഒരു ടെംപ്ലേറ്റ് നമ്മൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നു. നമ്മൾ തീം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കാര്യം ഞാൻ സജസ്റ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. വേർഡ്പ്രസ് തീംസ് ഇൻക്ലൂഡിങ് ആസ്ട്ര, ഹെലോ, ഓഷ്യൻ WP, ജനറേറ്റ് പ്രസ് ഇതുപോലെയുള്ള തീമുകളുമായി ഈ പറയുന്ന ഈ സ്റ്റാർട്ടർ ടെംപ്ലേറ്റ് കോമ്പാറ്റബിൾ ആണ്.
ആഫ്റ്റർ ദാറ്റ് ഞാൻ അതിനുശേഷം ക്ലാസിക് സ്റ്റാർട്ടർ ടെംപ്ലേറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ AI വെബ്സൈറ്റ് ബിൽഡറും ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ ബിൽഡ് വിത്ത് ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ എലമെൻറ്റർ എന്ന് പറയുന്ന പേജ് ബിൽഡർ, ഇത് നമ്മുടെ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ബിൽഡറാണ്, ഞാനത് സെലക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് ഏത് ടൈപ്പ് സൈറ്റാണോ ക്രിയേറ്റ് ചെയ്യേണ്ട അതിൻ്റെ ഒരു ഡിസൈൻസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഏത് ടൈപ്പ് വെബ്സൈറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഒരു ലാംഗ്വേജ് ട്യൂട്ടേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ ട്രെയിനേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഏത് രീതിയിലുള്ളത് വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു തീമാണ് ഞാനിപ്പോൾ ചൂസ് ചെയ്യുന്നത്. കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു സൈറ്റാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഡിസൈൻ നമ്മുടെ വെബ്സൈറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട്, മനസ്സിലായോ? ഇത് പ്രീമിയം തീമാണ് ഈ കാണുന്നത്. അപ്പോൾ പ്രീമിയം അല്ലാത്ത ഒരു തീമാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കിവിടുന്ന് ബാക്ക് അടിക്കാം. ഇത് ഓൾറെഡി പ്രീമിയം കാണുന്നുണ്ട്. പ്രീമിയം ആയിട്ടുള്ള തീമുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിന് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. ഇനി അതല്ലാതെ നമുക്ക് ഫ്രീ തീംസ് ഉപയോഗിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പല ഫ്രീ തീംസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഡിജിറ്റൽ ഡൗൺലോഡ് സ്റ്റോർ എന്ന് പറയുന്ന ഈ ഒരു തീം ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഞാൻ ജസ്റ്റ് അതിൻ്റെ കളർ കോഡ് വേണമെങ്കിൽ നമുക്കിതുപോലെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ നമുക്കുണ്ട്. ഇത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം ഞാൻ കണ്ടിന്യൂ കൊടുക്കുന്നു. അപ്പോൾ സെലക്ട് ദ ഫീച്ചേഴ്സ്, ഇതിനകത്ത് മറ്റെന്തൊക്കെ വേണം എന്നുള്ളത്, ഇ-കൊമേഴ്സ് ആണോ അതല്ലെന്നുണ്ടെങ്കിൽ ഓട്ടോമേഷൻസ് വേണോ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബൂസ്റ്റ് സെയിൽസ് ഫണൽ വേണോ, ഇതുപോലെ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, സെലക്ട് ദ ഫീച്ചേഴ്സ് യു വാണ്ട് ഓൺ ദിസ് വെബ്സൈറ്റ്, ഇതുപോലുള്ള ഫ്രീ ലൈവ് ചാറ്റ് വേണോ, ഇതൊക്കെ നമുക്ക് കൊടുക്കാം. ഇതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം നമുക്കിവിടെ നമ്മളുടെ പേരും അതുപോലെ തന്നെ നമ്മളുടെ ഇമെയിൽ ID, അതുപോലെ തന്നെ നമ്മളൊരു ബിഗിനറാണോ, ഞാനിപ്പോൾ ഒരു ഇൻ്റർമീഡിയറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. അതിനുശേഷം ഫോർ മൈ സെൽഫ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുന്നു. ആഫ്റ്റർ ദാറ്റ് നമ്മളത് പോളിസിയല്ല സബ്മിറ്റ് ചെയ്യുന്നു. സബ്മിറ്റ് ആൻഡ് ബിൽഡ് മൈ വെബ്സൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ആദ്യം നമുക്ക് ഈ ഒരു സ്റ്റേജിലാണ് നമുക്ക് ക്ലൗഡ് വേസിൽ നിന്ന് നമുക്ക് കിട്ടിയത്. അതിനുശേഷം നമ്മൾ ആസ്ട്ര എന്ന് പറയുന്ന തീം നമ്മൾ അപ്ലൈ ചെയ്തു. തീം അപ്ലൈ ചെയ്തപ്പോൾ അവിടെ ഒരു തീം വന്നു, പക്ഷേ ഡിസൈൻസ് ഒന്നും വന്നില്ല. ആ തീമുമായി കോമ്പാറ്റബിൾ ആവുന്ന രീതിയിൽ ഒരു ടെംപ്ലേറ്റ് നമുക്ക് ഇടാമെന്ന് തീരുമാനിച്ച് നമ്മൾ സ്റ്റാർട്ടർ ടെംപ്ലേറ്റ് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്തത്. ഈ ഒരു പ്രോസസ്സാണ് ചെയ്തത്. സ്റ്റാർട്ടർ ടെംപ്ലേറ്റ് നമ്മളിപ്പോൾ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ വെബ്സൈറ്റിലേക്ക്. ഇപ്പം നമ്മളുടെ വെബ്സൈറ്റ് 1.3 മിനിറ്റ്സ് കൊണ്ട് നമ്മളുടെ വെബ്സൈറ്റ് 100% കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ് കാണിക്കുന്നത്. വ്യൂ യുവർ വെബ്സൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മളിപ്പോൾ സെലക്ട് ചെയ്യാൻ പോവുകയാണ്, ജസ്റ്റ് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. നമ്മളുടെ ഈ രൂപത്തിലായിരുന്ന വെബ്സൈറ്റ് ഇപ്പോൾ ഏത് രൂപത്തിലായി എന്ന് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും. നോക്കുക, നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന ആ ഒരു തീം കളർ ഗ്രീനാണ്. ആ ഗ്രീൻ കളറിൽ നമ്മൾ ആ ഒരു വെബ്സൈറ്റിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൃത്യമായി നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് നമ്മളൊരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ഒരു ഡിസൈൻ പാർട്ട് നമ്മൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന പല കാര്യങ്ങളെ നമുക്ക് എഡിറ്റ് ചെയ്ത് ചേഞ്ച് ചെയ്യണം. ഇതൊന്നും നമ്മളുടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ളതല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം, എഡിറ്റ് വിത്ത് എലമെൻറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിനാണ് നമ്മൾ എലമെൻറ്റർ എന്ന് പറഞ്ഞ പ്ലഗിൻ ചൂസ് ചെയ്തത്. എഡിറ്റ് വിത്ത് എലമെൻറ്റർ എന്ന് പറയുന്ന പ്ലഗിൻ നമ്മൾ ചൂസ് ചെയ്തു. അത് എഡിറ്റ് വിത്ത് എലമെൻറ്ററിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് അതിനുശേഷം നമുക്കിവിടെയുള്ള ഓരോ കാര്യങ്ങളും ഓക്കെ. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് എഴുതുന്നു ക്രിയേറ്റ് യുവർ ബ്യൂട്ടിഫുൾ വെബ്സൈറ്റ് വിത്ത് ക്ലൗഡ്വേസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുന്നു. ആഫ്റ്റർ ദാറ്റ് ഇവിടെ ഉള്ള ഈ ഒരു ഏരിയയിൽ എക്സ്പ്ലോർ അവർ പ്രോഡക്ട്സ് എന്ന് എഴുതിയിരിക്കുന്നത് ഞാനിപ്പോൾ ചേഞ്ച് ചെയ്യുന്നു. ചെക്ക് ദിസ് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ കൊടുക്കുന്നു. ഇതെല്ലാം നിങ്ങളോടുള്ള ഇൻഫർമേഷൻ ആയിട്ടാണ്, ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നതല്ല. എന്നാലും ഇവിടെ ഓരോ കാര്യങ്ങളും നമുക്കിതുപോലെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നുള്ളത് നിങ്ങൾ കാണുക. ഇനിയിപ്പോൾ ഇവിടെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഇമേജ് ഇതിൻ്റെ സൈസിൽ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും മറ്റൊരു ഇമേജ് ഇവിടെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത് മൊബൈലിൽ എങ്ങനെ വരും അല്ലെങ്കിൽ ടാബിൽ എങ്ങനെ വരും എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ അതിൻ്റെ മൊബൈൽ ടാബിൽ അത് എങ്ങനെയാണ് വരുന്നതെന്നുള്ളതാണ് നിങ്ങളെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഡെസ്ക്ടോപ്പിൽ ഈ ഒരു രീതിയിലാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം താഴെ കാണുന്നതൊക്കെ ഓരോരോ
ലോഗോസ് ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടിരിക്കുന്നതാണ്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? എഡിറ്റിൽ കയറിയിട്ട് നമുക്കിവിടെ നമ്മളുടെ ലോഗോസ് ഏതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ അപ്ലോഡ് ചെയ്ത് കൊടുത്ത് ഇതിനെ നമുക്ക് ഈ ഒരു ഏരിയയിൽ ഡിസൈൻ ചെയ്യാൻ സാധിക്കും. അടുത്തത് ഈ ഒരു ഏരിയയിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് എഡിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതിനെയാണ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ബിൽഡർ എന്ന് പറയുന്നത്. എലമെൻ്ററി ഈസ് എ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ബിൽഡർ. അത് നമ്മുടെ ആസ്ട്ര തീമുമായിട്ട് കോമ്പാറ്റബിളുമാണ്. ഓക്കെ, അപ്പോൾ ചൂസ് Cloudways platform and grab your BFCM offers. ഞാനിതെടുത്ത് പറയുകയാണ്. നമ്മളിപ്പം Cloudwaysൽ ഇപ്പോൾ നടക്കുന്നത് അതിൻ്റെ കൂപ്പൺ കോഡ് എന്ന് പറയുന്നത് BFCM 2024 ആണ്. അപ്പോൾ ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഞാൻ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഇത് പബ്ലിഷ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്യുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വ്യൂ പേജ് അടിക്കാം. വ്യൂ പേജ് അടിച്ച് കഴിയുമ്പോൾ നിങ്ങളിവിടെ നോക്കിയാൽ മതി. നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്ത ചില കാര്യങ്ങൾ ക്രിയേറ്റ് യുവർ ബ്യൂട്ടിഫുൾ വെബ്സൈറ്റ് വിത്ത് Cloudways എന്ന് പറയുന്നത് കൊടുത്തിരിക്കുന്നു. അതിനുശേഷം നമ്മളിതാ ഇവിടെ എഴുതിയിരിക്കുന്ന മറ്റൊരു ചേഞ്ച് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതുപോലെ ഓരോ കാര്യങ്ങളും നിങ്ങൾ ടൈം എടുത്തിരുന്ന് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് ചേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഈ ഒരു പേജിൽ മാത്രമാണ്. ഇനി അടുത്ത പേജിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ? അവിടെയും സാധിക്കും. നിങ്ങൾക്ക് ഫൂട്ടർ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഓരോ ഏരിയയിലും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമ്മൾ നേരെ നമ്മുടെ Cloudways ഏരിയയിലേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ ഡൊമൈൻ കണക്ട് ചെയ്തതായിട്ട് കാണുന്നില്ല. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മളുടെ ഡൊമൈനും കാര്യങ്ങളും ഒക്കെയാണ് നമ്മളിനി പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഡൊമൈൻ കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നിങ്ങൾക്ക് ഡൊമൈൻ വാങ്ങാം. ഡൊമൈൻ വാങ്ങിയതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ആഡ് ഡൊമൈൻ കൊടുക്കാം. ഇവിടെ ആഡ് ഡൊമൈൻ കൊടുത്ത് നിങ്ങളുടെ ഡൊമൈൻ ഏതാണോ ആ പ്ലാറ്റ്ഫോം എവിടെ നിന്നാണോ വാങ്ങുന്നത്, Cloudwaysൽ നമുക്ക് ഡൊമൈൻ സർവീസ് ഇല്ല. അപ്പോൾ എവിടെ നിന്നാണോ നിങ്ങൾ വാങ്ങുന്നത് അവിടെ നിങ്ങൾ ഈ ഡൊമൈൻ കൊടുത്ത് നിങ്ങൾ സേവ് ചേഞ്ചസ് ചെയ്ത് അതിൻ്റെ ഡൊമൈനിൻ്റെയോ അല്ലെന്നുണ്ടെങ്കിൽ Cloudwaysൻ്റെയോ സപ്പോർട്ടോടു കൂടി നിങ്ങൾക്ക് അതിനെ പോയിൻ്റ് ചെയ്യാവുന്നതാണ്. പോയിൻ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സെർവറിൻ്റെ പബ്ലിക് IP എന്ന് പറയുന്നത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ പബ്ലിക് IP ആയിരിക്കും നിങ്ങൾക്ക് അവിടെ ആവശ്യമുണ്ടാവുക. ഇത്രയും പ്രോസസ്സ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് നല്ലൊരു വേർഡ്പ്രസ് വെബ്സൈറ്റ് നിങ്ങൾക്ക് സ്വന്തമായി ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ മെയിൻലി ഞാനിത് പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ചെയ്ത് ഒരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. Cloudwaysൻ്റെ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ അതുപോലെ സൈബർ മൺഡേ സെയിൽ ഗ്രാബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ക്രിയേറ്റ് ചെയ്തത് ഒരു വേർഡ്പ്രസ് വെബ്സൈറ്റ് ആണ്. അതിനുവേണ്ടി നമ്മൾ ചൂസ് ചെയ്തത് Cloudways എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ആയിരുന്നു. Cloudways എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ക്ലൗഡ് ഹോസ്റ്റിംഗ് സെർവേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതിൽ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ നമ്മൾ കണ്ടു. DigitalOcean, Vultr, അതുപോലെ തന്നെ Amazon, AWS, അതുപോലെ Google Cloud ഒക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചൂസ് ചെയ്യാം. ഏത് സെർവർ ചൂസ് ചെയ്താലും അതിനനുസരിച്ച് റേറ്റ് ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഈ ഒരു സമയത്ത് നമ്മൾ ചൂസ് ചെയ്യാൻ പറഞ്ഞ എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ബ്ലാക്ക് ഫ്രൈഡേ ആൻഡ് സൈബർ മൺഡേ സെയിൽ നടക്കുന്നുണ്ട് Cloudwaysൻ്റെ പ്ലാറ്റ്ഫോമിൽ. എത്രയും ഫാസ്റ്റായിട്ട് തന്നെ നിങ്ങളുടെ സെർവർ ചൂസ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൂപ്പൺ കോഡും കൊടുത്തിട്ടുണ്ട്. 40% ആണ് നമ്മളുടെ നെക്സ്റ്റ് 4 ഇൻവോയ്സസിൽ നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ടാവുക. അത് കൂടാതെ നമുക്ക് 40 ഫ്രീ സൈറ്റ് മൈഗ്രേഷൻസും ചെയ്യാൻ സാധിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് 4 മന്ത്സിനുള്ളിൽ നിങ്ങളത് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടാവണം. അപ്പം ബേസിക്കലി നിങ്ങളൊരു വെബ്സൈറ്റ് ഓണറോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വെബ് ഡെവലപ്പറോ അതല്ല ഏജൻസി ഓണേഴ്സ് അതല്ലെങ്കിൽ സ്മോൾ ബിസിനസ് ഓണേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ക്ലൗഡ് ഹോസ്റ്റിംഗ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ക്ലൗഡ് ഹോസ്റ്റിംഗ് ഉപയോഗിക്കണം. കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള പ്ലാറ്റ്ഫോമുകളെക്കാട്ടിലുമൊക്കെ ഇത്രയും ഫീച്ചേഴ്സിൽ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമാണ് Cloudways. ലാസ്റ്റ് 4-5 ഇയേഴ്സായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ അടുത്ത്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. സീ യു സൂൺ.